ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു കൂനിയായ സ്ത്രീയെ ശബത്തിൽ സിനഗോഗിൽ വെച്ച് സൗഖ്യമാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഈ പ്രക്രിയ ഈ സൗഖ്യമാക്കൽ പ്രക്രിയ നോമ്പുകാല ചിന്തകളിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ അത് എത്രമാത്രം പ്രധാനമുള്ളതും പ്രസക്തിയുള്ളതും യേശുവിൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു എന്തുകൊണ്ടാണ് ശബത്തിൽ ഈ സ്ത്രീയെ സൗഖ്യമാക്കിയത്? അന്നത്തെ പള്ളിപ്രമാണികൾ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നവർ ചോദ്യം ചെയ്തതുപോലെ, നിങ്ങൾക്ക് വേറെ 6 ദിവസമുണ്ടല്ലോ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ, പിന്നെ എന്തുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമ്മളുടെ നിയമങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട് ശബത്ത് ലംഘനം ചെയ്തുകൊണ്ട് ഈ സ്ത്രീയെ സൗഖ്യമാക്കി? യേശു ശബത്ത് ലംഘിച്ച് ആ സ്ത്രീയെ സൗഖ്യമാക്കി എന്ന് മാത്രമല്ല, അവളെ സൗഖ്യമാക്കിയ വിധവും അവിടെ നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കും വേർതിരിവുകൾക്കും ശ്രേണി സമ്പ്രദായത്തിനും ഒക്കെ ഒരു വെല്ലുവിളി ഉണർത്തുകയാണ് ചെയ്തത്. യേശു നിന്ന ഇടത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭക്തർക്കും വിശുദ്ധർക്കും മാത്രം പ്രാപ്യമായ ആലയത്തിൻ്റെ മുൻഭാഗം, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ മധുവ, അതുപോലെ ആ സ്ഥലത്ത് പ്രവേശിക്കുവാൻ സ്ത്രീകൾക്കോ അശുദ്ധരായവർക്കോ അംഗവൈകല്യമുള്ളവർക്കോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് യേശു അവളെ അരികെ വിളിച്ച് അവളെ തൊട്ട് സൗഖ്യമാക്കിയത്. ഇത് യഹൂദ മതത്തിൻ്റെ ചിന്തകൾക്ക്, വിശ്വാസങ്ങൾക്ക്, രീതികൾക്ക്, ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. യേശു ഇവിടെ 2 കാര്യമാണ് നിർവഹിക്കുന്നത് ഈ ഒരു സൗഖ്യമാക്കൽ പ്രക്രിയയിലൂടെ. ഒന്നാമതായി, ആത്മീയതയുടെ പേരിൽ നന്മ ചെയ്യാതിരിക്കുവാൻ ശബത്തിനെ കൂട്ടുപിടിക്കുന്നത്. യഹൂദ മതത്തിൻ്റെയും മത നേതൃത്വത്തിൻ്റെയും അവരുടെ ഭക്തിയെയുമാണ് ഇവിടെ യേശു പൊളിച്ചു കാണിക്കുന്നത്. രണ്ടാമത്, അവരുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ മതത്തിൽ, അവരുടെ ആചാരത്തിൽ നിലനിന്നിരുന്ന ആത്മീയത, ഭൗതികത, ഭക്തർ അഭക്തർ, ശുദ്ധി അശുദ്ധി എന്നുള്ള ഈ വേർതിരിവുകളെ ഇല്ലാതാക്കുന്ന, വേർപാടിൻ്റെ നടിച്ചുവരികളെ ഇടിച്ചു കളയുന്ന ഒരു പ്രവൃത്തിയാണ് യേശു ഇവിടെ ചെയ്തത്. അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സംവാദമാണ് യേശുവും മത നേതാക്കളും തമ്മിൽ. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇവർ നീരസപ്പെട്ടു മാത്രമല്ല, അവിടെ കൂടിയിരുന്ന ജനങ്ങളെ ഒരു ബോധവൽക്കരണം നടത്തി യേശു ചെയ്ത നിഷേധാത്മകമായ പ്രവർത്തനം, നമ്മുടെ മതത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച യേശുവിൻ്റെ പ്രവൃത്തിയെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പുരുഷാരത്തോട്. അതിന് മറുപടിയായിട്ട് യേശു പറയുന്നു, കപടഭക്തിക്കാരെ, നിങ്ങളുടെ നിയമങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ കാര്യങ്ങളും സംരക്ഷിക്കുവാൻ നിങ്ങൾ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നീതി നിഷേധിക്കപ്പെട്ട അശരണനായ, മാർജിനലല്ലാത്ത, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ നീതി നിഷേധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ കപടഭക്തിയാണ് എന്ന് യേശു പറഞ്ഞു. ഈ സ്ത്രീയെ യേശു ഒരു മാർജിനിൽ നിന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലൂടെ അവരുടെ ഭക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയാണ് മാറ്റിമറിക്കുന്നത്. ഇതാണ് ഇവർക്ക് യേശുവിനോട് വിരോധമുണ്ടാകുവാനും യേശുവിൻ്റെ പ്രവൃത്തിയിൽ ഭയമുണ്ടാക്കുവാനും മാത്രമല്ല ക്രൂശീകരണത്തിലേക്ക്
നയിക്കുവാനും ഇടയായത്. ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വയം തിരുത്തേണ്ടതും തിരുത്തുവാനുള്ളതും നമ്മുടെ സഭയിലും സമൂഹത്തിലും ഇങ്ങനെയുള്ള വേർതിരിവുകളും അന്യായങ്ങളും അനീതികളും നിഷേധങ്ങളും ഉണ്ടെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വിടുതൽ നൽകുവാനും നേതൃത്വം നൽകുവാനും തുടക്കം കുറിക്കുവാനുള്ള സമയമായിട്ട് നോയമ്പുകാലം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.